കുഴപ്പമില്ല ബ്രോ. അതായത് കുറേ നല്ല സംഭവങ്ങൾ ചെയ്യായിരുന്നു. സ്ക്രിപ്റ്റ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്തെങ്കിൽ ഒരു വേറെ ലെവലിൽ കൊണ്ടുവന്നൊരു സാധനമായിരുന്നു. കാരണം നമ്മൾ മലയാളത്തിൽ കണ്ടിട്ടില്ലാത്തൊരു സാധനമൊക്കെ, ഒരു ഏലിയൻ അങ്ങനത്തെ ഒരു സാധനമൊക്കെ ആകുമ്പോൾ കുറേ എക്സ്പെക്ട് ചെയ്തു. അപ്പോൾ ഒരുപാട് എക്സ്പെക്ടേഷൻ വെക്കാതിരുന്ന് കണ്ട ഒരു നോർമൽ കുഴപ്പമില്ലാത്തൊരു മൂവിയാണ്. പിന്നെ അൽത്താഫ് സലീമിന്റെ ക്യാരക്ടർ കൊള്ളാം. കാരണം പുള്ളി സ്ഥിരം കോമഡി ചെയ്യുന്നൊരു ആ ഒരു പാറ്റേൺ മാറ്റി പിടിച്ചിട്ടുണ്ട്. പിന്നെ ഹീറോ വേഷം നീരജ് മാധവന് പകരം കുറച്ചും കൂടെ ഒരു നെക്സ്റ്റ് ലെവലിൽ നിൽക്കുന്ന ഒരു നടനായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു എഫക്റ്റ് കിട്ടുമായിരുന്നു. പിന്നെ CG ഒക്കെ കുറവാണ്. കാരണം എനിക്ക് തോന്നുന്നു ചെറിയ ബഡ്ജറ്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ലെവലിലാണ് ചെയ്തേക്കുന്നത്. സ്ക്രിപ്റ്റ് കുറച്ചും കൂടെ ഒന്ന് ശക്തമാക്കി കുറച്ചും കൂടെ സാധനങ്ങൾ കൊണ്ടുപോയെങ്കിൽ ചിലപ്പോൾ നമുക്ക് മലയാളത്തിലൊരു വേറൊരു ലെവൽ സാധനം എന്ന് പറയാമായിരുന്നു. ഇത് നോർമലൈസ് ഒരു പടം, കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. നല്ല ഒരു അറ്റംപ്റ്റ് ഒക്കെ കൊള്ളാം. നല്ല മേക്കിംഗ് കാര്യങ്ങളൊക്കെയാണ്. അപ്പം സ്റ്റോറി വൈസ് കുറച്ചും കൂടെ നന്നാക്കായിരുന്നു. കോമഡീസ് ഒക്കെ വർക്കൗട്ടായോ? ചില സ്ഥലത്തൊക്കെ വർക്ക് ആയുള്ളൂ, അല്ലാതെ ത്രൂ ഔട്ടൊന്നും അങ്ങനെ വർക്ക് ആയിട്ടില്ല. പക്ഷെ നല്ല അറ്റംപ്റ്റ് ആണ്, കുഴപ്പമില്ല. അജു എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം ബ്രോ, കൊള്ളാം. കോമഡീസ് ഒക്കെ വർക്കൗട്ടായോ? സെക്കൻഡ് ഹാഫ് ഓക്കെയാണ്. ഫസ്റ്റ് ഹാഫ് ഒരു ഷോർട്ട് ഫിലിം മോഡലാണ് പോയത്. നീരജ് മാധവ് ഒക്കെ എങ്ങനെയുണ്ട്? നീരജ് മാധവനെ പോലെ തന്നെ ഉണ്ട്. നീരജ് മാധവൻ എങ്ങനെയുണ്ട്? നീരജ് മാധവനെ പോലെ സുബിൻ ഡാർസിന്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു. വെറുപ്പീരല്ലായിരുന്നു കോമഡി. പുള്ളി ആദ്യം ചെയ്തു വന്ന സമയത്തൊക്കെ വെറുപ്പീരായിരുന്നു. ഇപ്പോ അതായത് ഇപ്പൊ സിനിമയായിട്ട് ആ പുള്ളിയുടെ ക്യാരക്ടർ അങ്ങ് മാച്ചായി. മലയാള സിനിമയിലെ ഒരു വെറൈറ്റി അറ്റംപ്റ്റ് ആണ് ഈ സിനിമ. ഒരു ഇതിന്റെ കൊണ്ട് നിർത്തിയ എന്റെ ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പൊ ഒരു സെക്കൻഡ് പാർട്ടിനൊക്കെ ഉള്ള നല്ലൊരു സാധനമായിട്ടാണ് നിർത്തിയേക്കുന്നത്. ഫാന്റസി എലമെന്റ്സ് ഒക്കെ വർക്കൗട്ട് ആയിട്ടുണ്ടോ? സെക്കൻഡ് ഹാഫില് ആണ് ശരിക്കും അത് പടം ഇന്നാവണത് സെക്കൻഡ് ഹാഫിലാണ്. നല്ല രസമുണ്ട് പടം, നല്ല രസമുണ്ട്. ഒരു ഡിഫറെൻ്റ് അപ്രോച്ചാണ്. നല്ല രീതിയിൽ കണ്ടിരിക്കാം, ഒരു എൻ്റർടൈനർ ആണ്. പ്രത്യേകിച്ച് നമ്മുടെ ഫ്രണ്ടായ സുബിൻ ഡാർസിനൊക്കെ ഇതിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഓവറോൾ എല്ലാവരും പെർഫോമൻസ് ബേസ് അടിപൊളിയായിരുന്നു. ഒരു ഇൻഡസ്ട്രി ബേസ് നോക്കുകയാണെങ്കിൽ ഒരു ഡിഫറെൻ്റ് അപ്രോച്ച്. ആ ഒരു മൂഡിൽ വന്ന് കണ്ടിരുന്നാൽ എല്ലാവർക്കും വർക്ക് ആവണമെന്നില്ല. ഒരു മൂഡ് സെറ്റ് ചെയ്ത് വന്നിരുന്ന് കണ്ടാൽ അടിപൊളിയായിരുന്നു. ഫാന്റസി എലമെന്റ്സ് ഒക്കെ വർക്കൗട്ട് ആയിട്ടുണ്ടോ? ഫാൻസ് എല്ലാം അത്യാവശ്യം നന്നായിരുന്നു. നീരജ് മാധവ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി, നല്ല പെർഫോമൻസ്.